നമസ്കാരം. സംവിധായകൻ അടൂരിനെതിരെ നടൻ ബൈജു രംഗത്ത് വന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഇങ്ങനെയുടെ സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ടാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് എന്നുള്ളതായിരുന്നു ബൈജുവിൻ്റെ ആ ഒരു പരാമർശം. ബൈജു ഇത് ഇൻസ്റ്റഗ്രാമിലെ ഒരു കമൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. പ്രമോദ് ക്ലിക്സ് എന്നൊരു ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ മോഹൻലാലിൻ്റെ അടൂരിൻ്റെ ഒരു ക്ലിപ്പിംഗ് പുള്ളി പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെയാണ് ബൈജു ഈ ഒരു കമൻറ്റുമായിട്ട് എത്തിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടൂരിനെതിരെ പരിഹസിച്ചുകൊണ്ടാണ് ബൈജു രംഗത്തെത്തിയെങ്കിൽ പോലും ബൈജുവിനെ അനുകൂലിച്ചുകൊണ്ടാണ് അതിലെ കമൻറ്റ് സെക്ഷൻ മുഴുവനും ഉള്ളത്. അതായത് ബൈജു പറഞ്ഞത് ശരിയാണ്, എന്നാൽ കറക്റ്റാണ് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ബൈജുവിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ബൈജു ഈ കമൻറ്റ് ഇട്ടിട്ട് ഏകദേശം 3 ദിവസമായി, അതായത് 72 മണിക്കൂറുകളോളം പിന്നിടുകയും ചെയ്തു. ഈ മലയാളം വാനോളം ലാൽസലാം എന്ന പരിപാടിയിൽ അടൂർ ഒരു അതിഥിയായിരുന്നു. അടൂരാണ് ആദ്യമായി മലയാളത്തിലേക്ക് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കൊണ്ടുവരുന്നത്. ലാലേട്ടനാണ് രണ്ടാമത്. അപ്പോൾ അടൂർ ഒരു പരിഭവം പറഞ്ഞു ആ വേദിയിൽ വെച്ച്. അതായത് തനിക്ക് ഇതുപോലുള്ള വലിയ പരിപാടികളോ സ്വീകരണമോ ഒന്നും അന്ന് കിട്ടിയിരുന്നില്ല. 2004 കേട്ടോ അടൂറിന് ഈ ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല എന്നത് അടൂർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോഹൻലാലിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ വെച്ച്. പക്ഷേ അടൂർ ലാലേട്ടനൊപ്പം ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അടൂർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നല്ലവനായ റൗഡി ഇമേജാണ് മോഹൻലാലുള്ളത്. അങ്ങനെ നല്ലവനായ ഒരു റൗഡി ഇമേജിൽ താൻ വിശ്വസിക്കുന്നില്ല. റൗഡി എന്ന് പറഞ്ഞാൽ റൗഡിയാണ്, അതിൽ നല്ലവൻ എന്നൊരു സംഭവം ഇല്ല എന്നുള്ളത് അടൂർ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തൊട്ടേ അടൂരും മോഹൻലാലും തമ്മിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായിട്ട് ഉയർന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടൂർ പലപ്പോഴായി മോഹൻലാലിനെതിരെ ഇങ്ങനെ വിമർശനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു വേറൊരു തമാശ വശം എന്ന് പറയുന്നത് മോഹൻലാൽ അതേ വേദിയിൽ വെച്ച് തന്നെ അടൂരിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് തന്നെക്കുറിച്ച് ആദ്യമായി നല്ലത് പറഞ്ഞ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് അടൂർ പലപ്പോഴും മോഹൻലാൽ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനൊരു ചെറിയ താങ്ങ് ലാലേട്ടൻ ആ വേദി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ബൈജുവിൻ്റെ ഈ ഒരു കമൻറ്റും കൂടെ വരുന്നത്. അപ്പോൾ ബൈജുവിൻ്റെ ഈ ഒരു കമൻറ്റ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആൾ കത്തുകയായിരുന്നു. ആ ഒരു കമൻറ്റ്, ആ ഒരു പരിഹാസം കമൻറ്റൊക്കെ ഉണ്ടാകുന്നത്. ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ബൈജുവിന് ആ കമൻറ്റ് പിൻവലിക്കാം, അല്ലെങ്കിൽ ബൈജു പിൻവലിച്ച് മാപ്പ് പറയാം, അല്ലെങ്കിൽ ആ കമൻറ്റ് അതുപോലെ നിലനിർത്താം. നിങ്ങളിപ്പോൾ പോയി ആ പ്രമോദ് ക്ലിക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ആ ഒരു വീഡിയോയ്ക്ക് താഴെ ആ കമൻറ്റ് നോക്കി നിങ്ങൾക്ക് ഇപ്പോഴും ആ കമൻറ്റ് കാണാം. ആ പുള്ളി ബൈജുവിൻ്റെ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റ് ഡിലീറ്റ് ഒന്നും ചെയ്യപ്പെട്ടിട്ടില്ല. ആ കമൻറ്റ് അതുപോലെ തന്നെ ഉണ്ട്. അതായത് വിമർശനങ്ങൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ബൈജുവിൻ്റെ കമൻറ്റിന് താഴെ റിപ്ലൈ ആയിട്ട് വന്നതിൽ ബൈജുവിനെ അനുകൂലിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇത് മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ചയാകുമ്പോഴേക്കും ബൈജുവിനെതിരെ വിമർശനങ്ങളുണ്ട്. അതായത് ബൈജു ആരാണ് അടൂരിനെ വിമർശിക്കാൻ, അടൂരിൻ്റെ ഫിൽമോഗ്രഫി എന്താണെന്ന് ബൈജുവിനറിയോ തുടങ്ങി നിരവധി വിമർശനങ്ങൾ ബൈജുവിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കൂസലാക്കാതെ ഇപ്പോഴും ബൈജു തൻ്റെ ആ കമൻറ്റ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ എടുത്ത് വായിക്കാൻ. ഇപ്പം ഇങ്ങേരുമായിട്ട് സിനിമ ചെയ്യാൻ, അതായത് വളരെ പരിഹസിക്കുന്ന രൂപേണ എന്നുള്ളത് ഒരു വശത്ത്, അടൂരിന് യാതൊരുവിധ ബഹുമാനവും മര്യാദയോ കൊടുക്കാതെയാണ് ബൈജു ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറെ കാര്യം. ഇങ്ങേരെന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങേരുമായി സിനിമ ചെയ്യാത്തത് കൊണ്ടാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയതെന്ന് പറയുമ്പോൾ കൃത്യമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് ബൈജു ആ കമൻറ്റ് ഇട്ടേക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബൈജു വേറൊരു റെസ്പോൺസ് ഒന്നും നൽകിയിട്ടില്ല. വേറെ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വേറൊരു രീതിയിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല. അടൂരും മോഹൻലാലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ കമൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ബൈജുവിന് കയ്യടികളും ഈ കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ അനുകൂലമായ നിലപാടുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇത് സ്വതസിദ്ധമായ ബൈജുവിൻ്റെ ശൈലിയാണെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ബൈജു ഇത് ഇങ്ങനെ തന്നെയാണ്, തുറന്നടിച്ച് സംസാരിക്കാറുണ്ട്. പല അഭിമുഖങ്ങളിലും ബൈജു ഇങ്ങനെ തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ മുഖത്തോക്കിയും പറയും, അത് ആരോടാണെങ്കിലും പറയും, എങ്ങനെയാണെങ്കിലും പറയും. അത് ബൈജുവിൻ്റെ നിലപാടാണ് എന്നതും ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബൈജുവിൻ്റെ ഈ കമൻറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായിട്ട് ഇങ്ങനെ കത്തുകയാണ്. സത്യം പറഞ്ഞാൽ ആളുകൾ എങ്ങനെയാണിത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നോക്കുന്നത്. അടൂരിനെ കണ്ട് ഇങ്ങനെ ഒരു കമൻറ്റിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നുള്ളൊരു വാചകത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൈജു ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഇത് രണ്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലവും കൂടിയായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അടൂരിൻ്റെ സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ടാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയതെന്ന ബൈജുവിൻ്റെ കമൻറ്റ് കത്തിപ്പടരുമ്പോൾ ബൈജുവിൻ്റെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.